ഈ വാർത്താ മണിക്കൂറിലെ സമഗ്ര റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമയെ 22കാരനും 18കാരിയും ചേർന്ന് കൊന്ന് കഷണങ്ങളാക്കി കൊക്കയിൽ തള്ളിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കൊല്ലപ്പെട്ട സിദ്ദിഖിന്റെ മൃതദേഹം രണ്ടായി മുറിച്ച് 2 ട്രോളി ബാഗുകളിലാക്കിയാണ് അട്ടപ്പാടി ചുരത്തിലെ 9ാം വളവിൽ ഉപേക്ഷിച്ചത്. ചെന്നൈയിൽ പിടിയിലായ പ്രതികളെ കേരളത്തിലെത്തിക്കും. ഇവരുടെ മറ്റൊരു സുഹൃത്ത് ആഷിഖും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹത്തിന് 7 ദിവസത്തെ പഴക്കമുണ്ടെന്ന് മലപ്പുറം SP സുജിത് ദാസ് പറഞ്ഞു. വ്യക്തി വൈരാഗ്യമാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ കൊലപാതകത്തിൽ നമ്മൾ കാരണമായിട്ടുള്ള വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ തന്നെ ജോലിക്കാരനായിട്ടുള്ള ഒരു ഷിബിലിയും അതുപോലെ അവരുടെ സ്ത്രീ സുഹൃത്തായിട്ടുള്ള സർഫാന എന്ന് പറയുന്ന വ്യക്തിയുമാണ്. ഇവർ രണ്ടുപേരെയും ഇവരിവിടെ നിന്ന് അബ്സ്കോണ്ടിങ് ആയിരുന്നു. ഇവരെ നമ്മളിപ്പോൾ ചെന്നൈയിൽ അവിടുത്തെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇവരെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അവരെ എത്തിയിട്ടുണ്ട്. അവരെ അവിടെ നിന്ന് നമുക്ക് ഉടനെ തന്നെ ഇവിടെ എത്തിക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ വ്യക്തമായിട്ടുള്ള ഇതിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ കൊന്ന രീതികളും നമുക്ക് പ്രതികളിൽ നിന്നും മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അക്കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് അവ്യക്തമാണ്. ഇവരുടെ വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. മരണം നടന്നത് ഏകദേശം 18-ാം തീയതിക്കും 19-ാം തീയതിക്കും ഇടയ്ക്കാണ്. അപ്പോൾ ബോഡി 7 ദിവസത്തോളം പഴക്കമുണ്ട്. അപ്പം അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ അടിയന്തരമായിട്ട് പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ അടിയന്തരമായിട്ട് പ്രാധാന്യമുള്ള കാര്യം. അപ്പോൾ അതുപോലെ തന്നെ അക്യൂസുകൾ എല്ലാവരും തന്നെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. മോശം പെരുമാറ്റത്തിന് പ്രതി ഷിബിലിയെ ജോലിയിൽ നിന്ന് സിദ്ദിഖ് ഒഴിവാക്കിയിരുന്നു. പണം മോഷ്ടിച്ചതിനാലാണ് ഷിബിലിക്കെതിരെ സിദ്ദിഖ് നടപടിയെടുത്തതെന്ന് ഹോട്ടലിലെ മറ്റു ജീവനക്കാർ പറഞ്ഞു. ഷിബിലി സ്ഥിരം മദ്യപാനിയാണെന്നും ജീവനക്കാർ വെളിപ്പെടുത്തി. ഷിബിലി ഒറ്റക്കാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. പിന്നെ ഈ സ്ത്രീ ഏതാന്നുള്ളതാണ് നമുക്കറിയാത്തത്. ഷിബിലി സംഭവം ഫ്രോഡാണ്. ഫ്രോഡാണ്. ആൾക്ക് വള്ളവും മറ്റുള്ള പരിപാടികളും ഒക്കെ ഉള്ളതാണ് ആൾക്ക്. പക്ഷെ എന്താണ് ഇതിന് യഥാർത്ഥം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഷിബിലിയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയ ദിവസമാണ് സിദ്ദിഖിനെ കാണാതായതെന്ന് മകൻ ഷഹദ് പറഞ്ഞു. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഷഹദ് 24നോട് പറഞ്ഞു. ഷിബിലി എന്ന് പറഞ്ഞ വ്യക്തി അറൗണ്ട് ഒരു 10-15 ദിവസമായിട്ട് ഷോപ്പിൽ പുതുതായിട്ട് വന്ന സ്റ്റാഫാണ്. അപ്പോൾ ഫാദർക്ക് അതിന് മാത്രം ബന്ധം അവരുമായിട്ട് ഇല്ല. പിന്നെ അവരെ ഹോട്ടലിൽ പൊതുവേ ഒരു സംസാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അവരുടെ ശരിയല്ല. സോ അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞു വിട്ടിട്ടും ഉണ്ടായിരുന്നു ഫാദർ. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് പിരിച്ചുവിട്ടത്. പിന്നെ ഒരു 1.5-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫാദർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ 18-ാം തീയതി മുതൽ 18-ാം തീയതി അത്യാവശ്യം വിഡ്രോവൽസ് ഉണ്ടായിരുന്നു. പിന്നെ 18, 19, 20, 21 അത് അക്കൗണ്ട് തീരുന്നവരെ വിഡ്രോവൽസ് ഉണ്ടായിരുന്നു. ഒരു 1.5-2 താഴത്തോളം അക്കൗണ്ട് വിഡ്രോവൽസും UPI ഒക്കെ ആയിട്ട് ഈ ഒരു ദിവസങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട സിദ്ദിഖിന്റെ കാറ് ചെറുതുരുത്തിയിൽ നിന്ന് കണ്ടെത്തി. മൃതദേഹാവശിഷ്ടം ഒളിപ്പിച്ച ട്രോളി ബാഗുമായി പ്രതികൾ കാറിലേക്ക് കയറുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ നൽകും. നിഖിൽ പ്രമേഷ് അട്ടപ്പാടിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ആദ്യം ചേരുന്നു. നിഖിൽ, ഇപ്പോൾ ഈ മലപ്പുറം SP പറയുന്നത് വ്യക്തിവൈരാഗ്യമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതിനപ്പുറത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ വിവരങ്ങൾ ലഭിക്കൂ എന്നതാണ്. നമ്മളുടെ അന്വേഷണത്തിൽ ഈ വ്യക്തിവൈരാഗ്യം തന്നെയാണോ, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പോലീസിന് അതൊക്കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില സൂചനകൾ ഇതിനോടകം ലഭിച്ചു കാണുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഇന്ന് രാവിലെ നമ്മൾ അട്ടപ്പാടിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ബാക്കിയായിരുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ സംഘം അട്ടപ്പാടിയിൽ എത്തി എന്നത് വരെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ ഓരോന്നായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രകോപന കാരണം എന്നുള്ളതാണ്. അത് ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്
ഈ ഷിബിലിയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതിന്റെ വൈരാഗ്യം. പക്ഷെ കേവലം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രം പരിചയമുള്ള ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ ഇത്രയധികം ഒരാളെ കൊലപ്പെടുത്തി, ഇത്രമേൽ ക്രൂരമായി കൊലപ്പെടുത്തി ട്രോളി ബാഗിലാക്കി കൊണ്ടുവന്ന് ചുരത്തിൽ തള്ളാൻ മാത്രമുള്ള തർക്കം അല്ലെങ്കിൽ അത്രത്തോളം വൈരാഗ്യം ഉണ്ടാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും ജീവനക്കാരൊക്കെ പറയുന്നത് ഈ ഷിബിലിയുടെ പെരുമാറ്റത്തിൽ ആദ്യം മുതൽ തന്നെ എല്ലാ ജീവനക്കാർക്കും ഒപ്പം സിദ്ദിഖിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 18-ന് അദ്ദേഹത്തിന്റെ എല്ലാ ബാധ്യതകളും തീർത്ത് പറഞ്ഞു വിട്ടോളാൻ സിദ്ദിഖ് നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെ നിരന്തരം സിദ്ദിഖിനെ ടെലഫോണിൽ ഷിബിലി ബന്ധപ്പെട്ടിരുന്നു. തുടർന്ന് എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തി ട്രോളി ബാഗിലാക്കി ഈ അദ്ദേഹത്തിന്റെ തന്നെ കാറിൽ, സിദ്ദിഖിന്റെ തന്നെ വെള്ള നിറത്തിലുള്ള കാറിൽ ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നു. തുടർന്ന് അട്ടപ്പാടിയിലെത്തി 9-ാം വളവിൽ വെച്ച് താഴേക്ക് ഒരു ചോലയുണ്ട്, അവിടേക്ക് മൃതദേഹം തള്ളുകയാണ് ചെയ്തത്. അതിന് സുഹൃത്തിന്റെ സഹായവും തേടി. എന്തായാലും ഇവരുടെ അട്ടപ്പാടി ബന്ധം ഈ സുഹൃത്താണ്. സുഹൃത്തിൽ നിന്നാണ് അട്ടപ്പാടി ബന്ധം ഉടലെടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അഗളിയിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ ഏതാനും കേസുകളും ഈ പ്രതിക്കെതിരെ ഉണ്ട്. എന്തായാലും ഈ 3 പേർ ചേർന്നാണ് കൃത്യം നിർവഹിച്ചത്. 3 പേർക്കും കൃത്യത്തിൽ പങ്കുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവി, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് പറയുന്നത്. ഈ വിവരം ലഭിച്ചതിന് പിന്നാലെ പോലീസ് വളരെ സൂക്ഷ്മമായാണ് നീങ്ങിയിരുന്നത്. വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ, അതോടൊപ്പം തന്നെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ എല്ലാം തന്നെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും പ്രതികളുടെ ഒരു റൂട്ട് മാപ്പ് ഇങ്ങനെയായിരുന്നു. എരഞ്ഞിപ്പാലത്ത് നിന്ന് അവർ മൃതദേഹവുമായി അട്ടപ്പാടിയിലെത്തുന്നു. അട്ടപ്പാടിയിൽ നിന്ന് അവർ ചെറുതുരുത്തിയിലെത്തുന്നു. അവിടെ വെച്ച് കാർ ചെറുതുരുത്തിയിൽ ഉപേക്ഷിച്ച് നേരെ ചെന്നൈയിലേക്ക് കടക്കുകയാണ്. ചെന്നൈയിൽ വെച്ചാണ് പ്രതികളെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും എസ് സുജിത് ദാസ് പറയുന്നത് പ്രകാരം ചെന്നൈയിൽ നിന്ന് ഈ പ്രതികളെയും കൊണ്ടുള്ള സംഘം കേരളത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞു. അവർ കേരളത്തിൽ എത്തിയ ഉടനെ തന്നെ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷമായിരിക്കും ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഒരിക്കൽ കൂടി വരാം. ഇപ്പോൾ രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എപ്പോഴാണ് ഈ പ്രതികളെ കേരളത്തിലേക്ക് എത്തിക്കുക, കോഴിക്കോട്ടേക്ക് എത്തിക്കുക? ഇതിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് 3 പേരാണ് നമ്മളുടെ അറിവിൽപ്പെട്ടിടത്തോളം. അതിനപ്പുറത്തേക്ക് മറ്റാരുടെയെങ്കിലും പങ്ക് ഇതിലുണ്ടോ? എത്രത്തോളം പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്? വിജയകുമാർ, ഈ നിമിഷം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ 3 പേർ തന്നെയാണ് കസ്റ്റഡിയിലുള്ളത്. പ്രതികളായ ഷിബിലും ഒപ്പം തന്നെ ഷിബിലിന്റെ പെൺസുഹൃത്ത് ഫർഹാന, ഇവർക്ക് സഹായം നൽകിയ ആഷിഖ്, ഈ 3 പേർ തന്നെയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഷിബിലിയും ഫർഹാനയും ചെന്നൈയിലാണ്. ചെന്നൈയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ശേഷം ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഇരുവരെയും കോഴിക്കോട് എത്തിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ മലപ്പുറം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ആഷിഖിനെയും ഈ 3 പേരെയും ഉൾപ്പെടുത്തി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ 2 പ്രതികൾ, അതായത് ഷിബിലിയും ഫർഹാനയും തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ ഏതാണ്ട് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ പുറത്തുവിടുകയും ചെയ്തു. ഈ CCTV ദൃശ്യങ്ങളിലുള്ളത് ഈ 2 പ്രതികൾ തന്നെയാണ്. ഇവർ 18-ാം തീയതി വൈകിട്ട് ഈ ഹോട്ടലിൽ എത്തുകയും രാത്രിയിൽ കൊലപാതകം നടത്തിയ ശേഷം 19-ാം തീയതി വൈകിട്ട് കാറിൽ 2 പെട്ടികളിലാക്കി മൃതദേഹമാക്കിയ ശേഷം കൊണ്ടുപോവുകയും ചെയ്തു എന്നത് തന്നെയാണ് ഇപ്പോഴും പോലീസ് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം. 22-ാം തീയതിയാണ് ഈ കൊല്ലപ്പെട്ട സിദ്ദിഖിനെ കാണാനില്ല എന്ന കാര്യം മകൻ തിരൂർ പോലീസിൽ കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. മാൻ മിസ്സിംഗ് കേസാണ് ഇത്തരത്തിൽ അതിദാരുണമായ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്ന രീതിയിലേക്ക് അവസാനം എത്തിച്ചിട്ടുള്ളത്. സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആദ്യം പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നത്. ഈ ടവർ ലൊക്കേഷനാണ് കോഴിക്കോട് ഇരഞ്ഞിപ്പാലത്തുള്ള ഈ ഡി കാസ ഹോട്ടൽ എത്തിച്ചത്. ഈ ഹോട്ടലിൽ 4 ദിവസം ഏതാണ്ട് 2 ദിവസം ഈ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അന്വേഷണ സംഘം ഇവിടെ എത്തിയ ശേഷം ഹോട്ടലിലുള്ള 2 CCTV ക്യാമറകളും ഒപ്പം തന്നെ ഈ ഹോട്ടലിന്റെ സമീപത്തുള്ള മറ്റ് CCTV ക്യാമറകളും പരിശോധിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളിൽ 18-ാം തീയതി വൈകിട്ടോടുകൂടി ഈ കൊല്ലപ്പെട്ട സിദ്ദിഖ് എത്തുന്നതായി കണ്ടെത്തി. അതിനുശേഷം പിന്നാലെ മറ്റ് 2 പേരും, പ്രതികളായ 2 പേരും എത്തുന്നതും ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമായിരുന്നു. ഇവിടുത്തെ ഈ പോലീസ് പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. 18-ാം തീയതി സിദ്ദിഖാണ് 2 ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്തത്. ഇവിടെ ആകെ 8 റൂമുകളുണ്ട്. അതിൽ 3-4 റൂമുകൾ സിദ്ദിഖാണ് ബുക്ക് ചെയ്യുന്നത്.
ഇതിൽ 4-ാം തീയതിയാണ് ഈ നാലാമത്തെ റൂമിലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം. 18-ാം തീയതി രാത്രിയാകാം കൊലപാതകം നടത്തിയത്. അതിനുശേഷം റൂം ഉൾപ്പെടെ ക്ലീൻ ചെയ്ത ശേഷം 19-ാം തീയതി വൈകിട്ട് 3 മണിക്കും 3:11 ഇടയിൽ മൃതദേഹം 2 പെട്ടികളാക്കി വെള്ള കാറിൽ ഇവിടെ നിന്നും അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും നിലവിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 പേർ തന്നെയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്ന കാര്യം. ഇനി പ്രതികളെ കോഴിക്കോട് എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമാണ് മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട സിദ്ദിഖിന്റെ മൃതദേഹം അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കും. ഇവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുക. അതിനുശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് ഉൾപ്പെടെ വിട്ടു നൽകുകയും ചെയ്യുക. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങൾ കോഴിക്കോട് പുരോഗമിക്കുകയാണ്. സ്വാഗതം. മലപ്പുറത്ത് പ്ലാസ്റ്റിക് കമ്പനിക്കെതിരെ പരാതി നൽകിയ സാമൂഹ്യ പ്രവർത്തകൻ പഞ്ചായത്ത് ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ. റസാഖ് പയമ്പ്രോട്ടാണ് മലപ്പുറം പുളിക്കൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചത്. വീടിന്റെ പരിസരത്തെ പ്ലാസ്റ്റിക് കമ്പനിക്കെതിരെ റസാഖ് പ്രതിഷേധത്തിലായിരുന്നു. പരാതി അടങ്ങിയ സഞ്ചി കഴുത്തിൽ തൂക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യ. സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങൾ നൽകും മലപ്പുറത്തു നിന്ന്. സമീർ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, അദ്ദേഹം വലിയ പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട്, ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യ കമ്പനിക്കെതിരെ, സ്ഥാപനത്തിനെതിരെ വലിയ പ്രതിഷേധം അദ്ദേഹം നടത്തുകയായിരുന്നു. ഇതാ അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് മറ്റു വിശദാംശങ്ങൾ, നാട്ടുകാരുടെയും ഒക്കെ പ്രതികരണം എന്താണ്? പോലീസിന് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിഷയത്തിൽ? വിജയകുമാർ, ഇന്ന് രാവിലെയാണ് റസാഖ് പയമ്പ്രോട്ട് എന്നുള്ള ഈ സാംസ്കാരിക പ്രവർത്തകനെ ഈ പുളിക്കൽ പഞ്ചായത്ത് ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തിന്റെ രേഖകളും ഇദ്ദേഹത്തിന്റെ പ്രതിഷേധ കുറിപ്പുകളെല്ലാം തന്നെ അടങ്ങിയ സഞ്ചി ഇദ്ദേഹം കഴുത്തിൽ കെട്ടിയ നിലയിലായിരുന്നു തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ മരിച്ചിരുന്നു. ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമായിരുന്നു മരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ വീടിന് സമീപത്തുള്ള ഈ പ്ലാസ്റ്റിക് കമ്പനിക്കെതിരെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ പ്രതിഷേധത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സഹോദരന്റെ മരണം ഈ പ്ലാസ്റ്റിക് കമ്പനിയുമായി ബന്ധപ്പെട്ട പുക ശ്വസിച്ചാണെന്നും അല്ലെങ്കിൽ അതിന്റെ പ്രശ്നമാണ് കാരണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ റസാഖ് പയമ്പൂരിട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റസാഖ് നിരവധി തവണ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതായിരുന്നു റസാഖിന്റെ പരാതി. ഇത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോട് കൂടി ഇയാളെ മരിച്ച നിലയിൽ ഈ പുളിക്കൽ പഞ്ചായത്ത് ഓഫീസിൽ കണ്ടെത്തുന്നത്. പുളിക്കൽ പഞ്ചായത്ത് ഇടത് LDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മരിച്ചിരിക്കുന്ന ഈ റസാഖ് പയമ്പ്രോട്ട് ഇടത് സഹയാത്രികനും ഒപ്പം തന്നെ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക അക്കാദമി മുൻ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ മേഖലയിലും ഇത്തരം സാമൂഹ്യ വിഷയങ്ങളെല്ലാം തന്നെ ഇടപെടുന്ന ഒരാൾ കൂടിയായിരുന്നു. അങ്ങനെ നിരന്തരമായി ഇദ്ദേഹം ഈ പുളിക്കൽ പഞ്ചായത്തുമായുള്ള ഒരു തർക്കവും ഒപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് കമ്പനിക്കെതിരെയുള്ള പ്രതിഷേധവും നിലനിൽക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ മരണം എന്നതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ നാട്ടുകാർ ചില ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ സംഭവത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഒരുപക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പരാതി അടങ്ങിയ ഒരു സഞ്ചി അദ്ദേഹം അത് കഴുത്തിൽ തൂക്കിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധം, ഈ പഞ്ചായത്തിനെതിരായ അദ്ദേഹത്തിന്റെ പ്രതിഷേധം, ഇതൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള അത്തരമൊരു ആത്മഹത്യയാണെന്ന് ഈ നടപടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്താണ് പഞ്ചായത്തിന് പറയാനുള്ളത്? ഈ മരണം നടന്നിട്ടെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ അതൊരു പ്രതിഷേധമായി കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹം നൽകിയ പരാതികളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇദ്ദേഹം കഴുത്തിൽ ഒരു സഞ്ചിയിൽ കെട്ടിത്തൂക്കിയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ തന്റെ മരണശേഷമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി വേണം, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം വേണമെന്നുള്ളതാകാം അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അവർ ഈ പ്രതിഷേധത്തിൽ ഒരു ഫലം കാണാത്തതാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരം ഒരു മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. വിജയകുമാർ, വീടിന്റെ പരിസരത്തെ പ്ലാസ്റ്റിക് കമ്പനിക്കെതിരെ റസാഖ് പ്രതിഷേധത്തിലായിരുന്നു. ആ പരാതി അടങ്ങിയ സഞ്ചി കഴുത്തിൽ തൂക്കിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. പഞ്ചായത്തിന് അതിനുശേഷവും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണത്തിന് ഈ പ്ലാസ്റ്റിക് കമ്പനി, ഈ സംസ്കരണ സ്ഥാപനം ഒരു കാരണമായി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിൻ്റെ പ്രതിഷേധം അദ്ദേഹം പല ഘട്ടങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും
നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് സാമൂഹ്യ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായ റസാഖ് പയമ്പ്രോട്ട് ആത്മഹത്യ ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ പരാതി അടങ്ങിയ സഞ്ചി കഴുത്തിൽ തൂക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജിയിൽ ഉന്നയിച്ച ഭരണഘടനാ അനുച്ഛേദങ്ങൾ പ്രധാനമന്ത്രിയെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് വിലക്കാൻ കാരണമാകുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം സുപ്രീം കോടതി നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ബഹിഷ്കരണ തീരുമാനം പിൻവലിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ആർക്കെ, എന്തൊക്കെയാണ് സുപ്രീം കോടതി ഹർജി നിരാകരിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? ഈ ഹർജി സുപ്രീം കോടതി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ആർട്ടിക്കിൾ 79 ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തെ എങ്ങനെ സുപ്രീം കോടതിയുടെ മുന്നിൽ ചോദ്യം ചെയ്യാനാകും എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. ഹർജിക്കാരൻ പറഞ്ഞത് താൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ്, പ്രസിഡന്റിനെ താൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ലംഘിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചത്. അതിന് തനിക്ക് ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 79 ഉദ്ധരിച്ചത്. ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയം പ്രധാനമന്ത്രി എന്നതല്ല, മറിച്ച് രാഷ്ട്രപതി എന്നതാണ്. പാർലമെന്റിന്റെ അധിപൻ എന്ന രീതിയിൽ പ്രഥമ പൗരനും രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് രാഷ്ട്രപതിക്കുപരിയായി പ്രധാനമന്ത്രി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ആസ്ഥാനം എന്ന രീതിയിൽ ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായി അത് മാറും എന്നാണ് ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയത്. ഈ വാദങ്ങളോട് പക്ഷേ സുപ്രീം കോടതി യോജിച്ചില്ല. അനുച്ഛേദം 79 ഈ വിധത്തിൽ വ്യാഖ്യാനിക്കാൻ ഹർജിക്കാരന് സാധിക്കില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മാത്രമല്ല, ഹർജിക്കാരൻ ഉന്നയിച്ച മറ്റ് അനുച്ഛേദങ്ങളും പ്രധാനമന്ത്രിയെ ഈ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് തടയാൻ പ്രാപ്തിയുള്ളതല്ല എന്ന് കോടതി വിലയിരുത്തി. ഈ ഹർജി പിൻവലിക്കുന്നോ എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. തന്നെ ഹൈക്കോടതിയിൽ ഈ ഹർജി അവതരിപ്പിക്കാൻ അനുവദിക്കണം എന്നാണ് ഹർജിക്കാരൻ പറഞ്ഞത്. തുടർന്ന് സോളിസിറ്റർ ജനറൽ ഇതിന് വീണ്ടും ഒരു നീണ്ട വാദപ്രതിവാദത്തിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യമാകും ഉണ്ടാവുക. അനാവശ്യമായിട്ടുള്ള ലിറ്റിഗേഷൻ അത് ഒഴിവാക്കേണ്ടതാണെന്ന് കോടതിയോട് വ്യക്തമാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഹർജിക്കാരന്റെ തീരുമാനം ഹൈക്കോടതിയെ സമീപിക്കാനുള്ളതാണെങ്കിൽ തങ്ങൾ അത് ഈ ഉത്തരവിൽ തന്നെ വിലക്കും എന്ന് പറഞ്ഞു. തുടർന്ന് താൻ ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല എന്ന് ഹർജിക്കാരൻ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി തള്ളുകയായിരുന്നു. പ്രധാനമന്ത്രിക്ക് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് നിന്ന് അദ്ദേഹത്തെ വിലക്കാനാകില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആർക്കെ, ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ ഇപ്പോൾ 19 പ്രതിപക്ഷ പാർട്ടികൾ ഈ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. രാഷ്ട്രപതിയെ പങ്കെടുപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് അവരുടെ ബഹിഷ്കരണം. ഇവിടെ കോടതി ഈ ഹർജി നിരാകരിച്ചത് ഈ പ്രതിഷേധത്തെ ഏതെങ്കിലും തരത്തിൽ തണുപ്പിക്കുമോ? അത് ആ നിലയിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ പ്രതിപക്ഷ പാർട്ടികളെ പ്രേരിപ്പിച്ചേക്കുമോ? ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത് കോടതി പരിഗണിച്ചത് നിയമപരമായിട്ടുള്ള വിഷയമാണ്. തങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് കോടതി ഇത്തരത്തിൽ നിഗമനം പറഞ്ഞെങ്കിലും ഈ രാഷ്ട്രീയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. മാത്രമല്ല, കൂടുതൽ കക്ഷികളെ ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് നടത്തുമെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. വിജയ്. യെസ്, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതി ഹർജി നിരാകരിച്ചുവെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നാണ് കോൺഗ്രസും മറ്റു 19 പാർട്ടികളും അറിയിച്ചിരിക്കുന്നത്. ഉന്നയിച്ചതൊരു ധാർമ്മിക പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ്, അത് നിലനിൽക്കും. നിയമപരമായ പ്രശ്നത്തിന് മാത്രമേ സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയ ഭരണഘടനാ അനുച്ഛേദങ്ങൾ, ഭരണഘടനാ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് വിലക്കാൻ കാരണമാകുന്നില്ല എന്നാണ് കോടതി സൂചിപ്പിച്ചത്. പക്ഷേ അപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 19 പ്രതിപക്ഷ പാർട്ടികൾ. ഈ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കും എന്നാണ് അവരിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.